കഴിഞ്ഞ ദിവസം നമ്മൾ അദാനി പോർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു കമ്പനി, ആ കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 10,800 കോടി രൂപയാണ്. ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കമ്പനി കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള കേരളത്തിൽ തുടങ്ങിയ 100 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഫിനാൻസ് സെക്ടറിൽ വരുന്നൊരു കമ്പനിയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കമ്പനിയുടെ പേര് മുത്തൂറ്റ് മൈക്രോഫിൻ ആണ്. മുത്തൂറ്റ് ഫിനാൻസ് അല്ല, മുത്തൂറ്റ് മൈക്രോഫിൻ. മുത്തൂറ്റ് മൈക്രോഫിൻ സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കാരണങ്ങൾക്ക് പുറമെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾക്ക് പുറമെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൂടി ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഞാൻ ഏതാണ്ട് 1 വർഷത്തോളം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് മുത്തൂറ്റ് മൈക്രോഫിൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഞാൻ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ളൊരു റീസൺ ആയിട്ട്. അപ്പം അതിന് മുന്നായിട്ട് ആദ്യമേ പറയട്ടെ, മുത്തൂറ്റ് മൈക്രോഫിൻ ലിസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 റേഞ്ചിൽ സംതിങ് ആയിരുന്നു. അതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്ന പോയിന്റും 250 ആ റേഞ്ച് ആയിരുന്നു. അവിടെ നിന്ന് പ്രൈസ് താഴോട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതുവരെ 196 വരെ അതിൻ്റെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം, IPO ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 3 മാസത്തോളമായി. 3 മാസത്തിന് ശേഷം 196 കഴിഞ്ഞ ദിവസം അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് എത്തിയിരുന്നു. അപ്പം നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത് 205 രൂപ റേഞ്ചിലാണ്. അപ്പം ഇതൊരു നല്ല എൻട്രി പോയിന്റ് ആയിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്ന് മാത്രമല്ല, സ്റ്റാഫിന് സ്റ്റോക്ക് ഓഫർ ചെയ്ത സമയത്ത് അവർക്ക് സ്പെഷ്യൽ പ്രൈസ് ആണെന്ന് അറിയാലോ. അവർക്ക് കൊടുത്തിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. ആ ഒരു റേഞ്ചിലാണ് ഇപ്പം സ്റ്റോക്ക് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പം ഇത് ഈ സ്റ്റോക്കിൻ്റെ മെയിനായിട്ട് കുറച്ച് ബെനിഫിറ്റ് ഞാൻ പറയാം. അതുപോലെ തന്നെ ഒബ്വിയസ്ലി എടുക്കാതിരിക്കാനുള്ള റീസൺസ് ഉണ്ട്. അപ്പം എന്തായാലും എൻ്റെ ഒരു പിക്കാണത്. അതിൻ്റെ റീസൺസ് ഞാൻ താഴെ പറയുന്നതാണ്. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനി ഒരു ടെക് ഡ്രോൺ കമ്പനിയാണ്. അതായത് ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള വേറൊരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന, ഞാൻ ഈ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രിയിലുള്ള പല കമ്പനികളും എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്രയും ടെക്നോളജി യൂസ് ചെയ്യുന്ന വേറൊരു കമ്പനി ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ ഈവൻ ഡിസ്ബേഴ്സ്മെന്റ് പോലും 100% ഡിജിറ്റലാണ്. അത് പക്ഷെ പല കമ്പനികൾക്കും അവകാശപ്പെടാനുണ്ട്. ഒന്നിലേറെ കമ്പനികൾക്ക് 100% ഡിജിറ്റൽ ഡിസ്ബേഴ്സ്മെന്റ് അവകാശപ്പെടാനുണ്ട്. അപ്പം അതൊരു പോയിന്റാണ്. അപ്പം അവിടെ നമുക്ക് മുത്തൂറ്റ് മാത്രമല്ല വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത്രയും അതായത് ഈ മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രീനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അതായത് ഇത് NBFC MFI എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. അത് ബാങ്ക് അല്ല, അവിടെ ഡെപ്പോസിറ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ലോൺ കൊടുക്കുക, അതായത് ഒരു പ്രൂഫും ഇല്ലാതെ ലോൺ കൊടുക്കുക, അതായത് ഗ്രൂപ്പ് ഗ്യാരണ്ടിയുടെ പുറത്ത് സ്ത്രീകൾക്ക് അവർക്ക് സ്വയം ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് NBFC MFI എന്നറിയപ്പെടുന്നത്. RBI കൊടുക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആണത്. അപ്പം അങ്ങനെ ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണ് മുത്തൂറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡിജിറ്റൽ ഡിസ്ബേഴ്സ്മെന്റ് 100% ആണ് എന്നതിലുപരി കളക്ഷന്റെ 33% ഡിജിറ്റലായിട്ടാണ് വരുന്നത്. അതായത് മറ്റ് പല കമ്പനികൾക്കും ഇല്ലാത്ത ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ഡിജിറ്റൽ പേയ്മെന്റ് 33% ആണ്. പല കമ്പനികളിലും സ്റ്റാഫ് തന്നെ അവരുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒഫീഷ്യലായിട്ട് കമ്പനിയുടെ ആപ്പ് വഴി 33%. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലോൺ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി ലോണിന്റെ ഡീറ്റെയിൽ അറിയാനും ലോൺ റീപേയ്മെന്റ് അടയ്ക്കാനൊക്കെ ഒരു ആപ്പ്. അത് എന്താ പറയാ, ഈ ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, കൊറോണ പോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ വരുന്ന ഒരു പ്രധാന ഇഷ്യൂ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് അത് ഒഴിവാക്കാനൊക്കെ വലിയ പരിധി വരെ ഈ ഡിജിറ്റൽ പേയ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ 33% എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അത് ഒരു കാര്യം കൺസിഡർ ചെയ്യണം. ഇവരുടെ മുത്തൂറ്റിന്റെ കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് 2.3 മില്യൺ ആണ്. അപ്പൊ അത്രയും വലിയൊരു ബേസിന്റെ 33% ഓൺലൈൻ പേയ്മെന്റ്, ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കസ്റ്റമർ ബേസ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. അത് വേറൊരു കമ്പനിക്കും എൻ്റെ അറിവിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് മുത്തൂറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2022-2023 കാലഘട്ടത്തിൽ 12 കോടി മാത്രം ഉണ്ടായിരുന്ന ലാഭം 2023-2024 വന്നു കഴിഞ്ഞപ്പോൾ
205 കോടി രൂപയായി. അപ്പം അത് വലിയൊരു ഡിഫറൻസ് ആണ്. അത് ഒരു കാര്യം നോക്കേണ്ടതുണ്ട് ആ ഒരു സംഭവത്തിൽ. കാര്യം 2022-23 എന്ന് പറയുന്നത് കൊറോണയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ള മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രീനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊറോണയ്ക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രീനെയാണ്. കാര്യം ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഗ്യാരണ്ടി പുറത്ത് മാത്രം കൊടുത്തിരിക്കുന്ന ലോണുകൾ, ആ ഒരു ലോണുകൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊറോണ പോലെ ആർക്കും ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യലി ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പൈസ തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ അവർ ആ പൈസ തിരിച്ചടയ്ക്കാൻ നമുക്ക് ഒരു രീതിയിൽ അവർ നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അത് ഈ പറഞ്ഞ ടെക് ഡ്രിവൺ ടെക്നോളജി അവർ അത്രയും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ആ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ആ കണ്ടത്. അപ്പം ആ 204 കോടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അത്രയും എമൗണ്ട് ആണ് പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം IPO വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബാക്കിലുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഈ ഒരു കമ്പനി പിക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ വർക്ക് ചെയ്തിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാനവിടെ വർക്ക് ചെയ്തിരുന്നത് ക്രെഡിറ്റ് മാനേജറായിട്ടാണ്. അപ്പം അവിടെ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. സാധാരണ രീതിയിൽ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ അത് താരതമ്യേന കുറവാണ്. പല കമ്പനികളും ചെയ്യാറില്ല. ഓക്കെ, അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അടയ്ക്കാത്ത കസ്റ്റമർക്ക് അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പൈസ അടയ്ക്കുന്ന അങ്ങനെ കസ്റ്റമർക്കും പിന്നീട് വീണ്ടും ലോൺ കിട്ടുന്നതിനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് ലോൺ എടുത്ത് പൈസ അടയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് മൈക്രോ ഫിനാൻസിന് വീണ്ടും ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം അതൊക്കെ ഉണ്ടാവുന്നുണ്ട് പല കമ്പനികളും ചെക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ കൊടുത്ത പൈസ കിട്ടാത്തൊരവസ്ഥ വരും. പക്ഷേ മുത്തൂറ്റിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. പ്രോപ്പറായിട്ട് ചെക്കിങ് നടക്കുന്നുണ്ട്. അതെല്ലാ ബ്രാഞ്ചിലും അതിന് വേണ്ടിയുള്ള സ്റ്റാഫുകളുണ്ട്. അത് റീചെക്ക് ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസിൽ സ്റ്റാഫ് ഉണ്ട്. അപ്പം വളരെ വലിയ രീതിയിൽ ഇതിൻ്റെ ബാക്കിൽ ഇത്രയും ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് ലോൺ പോകുന്നത്. അപ്പം ആ ഒരു ഡബിൾ ചെക്കിങ് മെത്തേഡ് എപ്പോഴും ഏറ്റവും ബെസ്റ്റാണ്, പ്രത്യേകിച്ച് പൈസ കൊടുക്കുന്ന കേസിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏറ്റവും ബെസ്റ്റാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഓക്കെ, അത് ഒരു മെയിൻ റീസൺ ആണ്. പിന്നെ രണ്ടാമത് കിട്ടാക്കടം NPA എന്ന് പറയും. അത് 3% താഴെയാണ് മുത്തൂറ്റിലുള്ളത്. ജസ്റ്റ് 3%, അതിലും താഴെയാണ്. അതായത് ആ പൈസ കിട്ടില്ല എന്ന് എഴുതി തള്ളിയിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അത് പക്ഷേ കിട്ടാകില്ല, പിന്നീട് എപ്പോഴും കിട്ടുമായിരിക്കാം. പക്ഷെ RBIയുടെ ചില റൂളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കിട്ടാക്കടമായിട്ട് പരിഗണിച്ചിട്ടുള്ള എമൗണ്ടാണ്. എത്രയും 3% അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന എത്ര എമൗണ്ടാണ് വരുന്നത്. പല കമ്പനികളുടെയും ഇതിൻ്റെയും പല ഇരട്ടിയാണ് ഈ പറഞ്ഞ NPA എന്ന് പറയുന്നത്. ഈവൻ ബാങ്കുകളുടെ വരെ. അങ്ങനെ നിൽക്കുമ്പോൾ 3% എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടാണ് മുത്തൂറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു മെയിൻ ബെനിഫിറ്റ് ആണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം മുന്നേ വരെ മുത്തൂറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കമ്പനി, അത്രേ ഉള്ളൂ. പക്ഷെ നിലവിൽ 18 സ്റ്റേറ്റിലും 3-4 യൂണിയൻ ടെറിട്ടറിയിലും പ്രസൻസ് ഉള്ള വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മുത്തൂറ്റ് മൈക്രോഫിൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഒരു ലോക്കൽ റീജിയണെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അത് പ്രശ്നമാണ്. 18 സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കമ്പനീനെ മൊത്തത്തിൽ വലിയ രീതിയിൽ ബാധിക്കില്ല. അത് വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പം 18 സ്റ്റേറ്റിലും പ്രസൻസ് ഉള്ള ഈ ഒരു കമ്പനി ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ പണി കിട്ടാതെ സേഫ് ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ P ആണ്. P ഒരു 20-25 റേഞ്ചാണ് നമ്മൾ ആവറേജ് ഗുഡ് ടു എൻട്രി അല്ലെങ്കിൽ ഗുഡ് എൻട്രി പോയിന്റ് ഒക്കെ ആയിട്ട് കണക്കാക്കുന്നത്. ഇതിൻ്റെ P എന്ന് പറയുന്നത് ബിലോ 10 ആണ് എടുക്കുന്നത്. അപ്പം അതായത് ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റ് ടൈം ടു എൻ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 56% പ്രൊമോട്ടർ ഹോൾഡിങ്ങും 26% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങുള്ള ഈ കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ പ്ലെഡ്ജിങ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലെസ് സിഗ്നിഫിക്കൻ്റ് ആണ്. വളരെ കുറച്ച് മാത്രമാണ് പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതൊന്നും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് മാത്രമാണ്. അപ്പം അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അവസാനത്തെ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ CAGR ആനുവലൈസ്ഡ് റിട്ടേൺ തരുന്നത്
ഇൻഡസ്ട്രി ആവറേജ് എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് ഈ മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഉള്ള കമ്പനികൾ, ലിസ്റ്റ് ചെയ്ത കമ്പനികൾ തരുന്ന ആവറേജ് റിട്ടേൺസ് 25 to 30 മാക്സിമം ആണ് ആവറേജ് തരുന്നതെന്നുണ്ടെങ്കിൽ, മുത്തൂറ്റ് കൊടുക്കുന്നത് 36% റിട്ടേൺ ആണ് ഓൺ ആൻ ആവറേജ്. അത് വലിയൊരു പ്രൊഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പം ഒബ്വിയസ്ലി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഞാൻ പിക്ക് ചെയ്യാനുള്ള പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷെ പറയുമ്പോഴെല്ലാം പറയണല്ലോ, ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് എടുക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇതിൽ റിസ്ക് എലമെന്റ്സ് ഉണ്ട് കുറച്ച്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോത്തും പെർഫോമൻസും ആവറേജ് ആണ്. അതായത് ബാക്കി പല കമ്പനികളും അല്ലെങ്കിൽ സെക്ടറിലുള്ള പല കമ്പനികളും എബവ് ആവറേജ് അല്ലെങ്കിൽ ഇതിനേക്കാളും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് നിലവിൽ ജസ്റ്റ് ആവറേജ് മാത്രമാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് ഞാൻ പറഞ്ഞല്ലോ 200 രൂപ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ് എൻ്റെ ഒപ്പീനിയനിൽ. പൊട്ടൻഷ്യൽ ഉണ്ട്, കമ്പനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു പക്ഷേ ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊരു ഫാക്ടർ ഒരു പക്ഷേ ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തന്നെ ഒരു പക്ഷേ സ്വാധീനിച്ചിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അത് ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്തതിനുള്ള റീസൺ ആണ്. അപ്പം ഐ ട്രസ്റ്റ് ഇൻ മുത്തൂറ്റ് മൈക്രോഫിൻ, അതെൻ്റെ വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ പിക്ക് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മുത്തൂറ്റ് മൈക്രോഫിൻ ആണ്. അപ്പം എന്തായാലും അടുത്ത ദിവസം കാണാം വേറെ സ്റ്റോക്കായിട്ട്. ബൈ ബൈ.